ലോകം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺട്രോളിൻ്റെ അപ്പുറത്താണ്, സംശയമില്ല. കാരണം നമ്മുടെ ഒരു കാര്യത്തെയും നമുക്ക് നിയന്ത്രിക്കാൻ 2% മാത്രമേ നമുക്ക് നിയന്ത്രിക്കാൻ സാധ്യതയില്ല. ബാക്കിയൊന്നും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. ഇവിടെ ഒരു പ്രപഞ്ചശക്തിയുണ്ട്. അദ്ദേഹത്തെ അതിനെ നമ്മൾ വിഷ്ണുവെന്നോ ശിവനെന്നോ ഭദ്രകാളിയെന്നോ ഒക്കെ വിളിക്കാം. ഏകം സത്വിപ്ര എന്ന് പറയില്ലേ, അറിവുള്ളവർ ഒരേ ശക്തിയെ വിവിധ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രപഞ്ചശക്തിയോട് അത്രയും നല്ല സമയത്ത് മഴയിൽ നല്ല മനോഹരമായ സൂര്യചന്ദ്രന്മാർ നിലനിൽക്കുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. നാളെ മുതൽ ഈ നവീകരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി ഭീതിയില്ലെങ്കിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ട് ഉണ്ടായിരിക്കാം, എനിക്കറിയില്ല, ഇവർക്കൊക്കെ അറിയാം, ഉണ്ടായിരിക്കാം എന്ന് പറയുന്നൊരു കാര്യമാണ് നമ്മൾ ലഘുവായിട്ട് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ മനുഷ്യാതീതമാണ്, നമ്മൾ മാത്രം വിചാരിച്ചാൽ നടക്കില്ല എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഈ പ്രകൃതി, ഈ ക്ഷേത്രത്തെ ഞാൻ പറഞ്ഞു, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രപഞ്ചമാണ്. ക്ഷേത്രത്തിനും സ്ഥിരപ്രവർത്തനം തലയാണ്, ശ്രീകോവിലെ കാലുകളാണ്, മറ്റേന്താ ഗോപുരദ്വാരത്തിലാണ് പാദം എന്നൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളൊരു ക്ഷേത്ര പുരുഷനാണ്, പുരുഷ സങ്കല്പത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു